ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അനീഷ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കി ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നു. സില്ലി കാര്യങ്ങൾ, പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ വരെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി പ്രശ്നങ്ങളാക്കുന്നു. ഇവിടെ അഭിനയിച്ച് തകർത്ത് ഓഡിയൻസിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷാനവാസ്. പിന്നെ ബിന്നിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞ ആ ഒരു കാര്യം, അതേപോലെ സ്ത്രീകളോട് എല്ലാവരോടും തന്നെ ഷാനവാസ് മോശമായിട്ട് പെരുമാറുന്നു. വീടായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഇത്. വീട്ടിലാരെങ്കിലും മീശ പിരിച്ചിങ്ങനെ മാസ് കാണിക്കുമോ? അതേപോലെ മട്ടന്റെ ആ ഒരു പീസ് എല്ലാം തിന്ന് തീർത്തിട്ട് അതിനെ എല്ല് വളച്ചെറിഞ്ഞ് മാസ് കാണിച്ച ആ ഒരു സംഭവമൊക്കെ അനീഷ് എടുത്തിട്ട് പറയുന്നുണ്ട്. വെച്ചങ്ങ് കാച്ചുന്നുണ്ട് കേട്ടോ. അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് കണ്ടത്. ആഞ്ഞടിച്ച് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ നോമിനേഷൻ ബിന്നി ആയിരുന്നു അനീഷിന്റെ. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു എത്തിക്സ് ബിന്നി കാണിച്ചിട്ടില്ല. മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ് ബിന്നി ചെയ്തത്. ജയിലിൽ കിടന്നപ്പോൾ ഷാനവാസിനെ വാഷ്റൂമിലേക്ക് പോകാൻ അനുവദിക്കാതെ ആ ഒരു നിലപാടും പിന്നെ ഇതെല്ലാം അനീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അനുമോള് പെട്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പോകുന്ന ഒരു സമയത്ത് എല്ലാം എടുത്തു വെക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇത് മാറ്റി പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് ഷാനവാസിനെയും ബിന്നിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആര്യം വന്ന് നിന്നിട്ട് അനീഷിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അക്ബർ അനീഷിനെയും ലക്ഷ്മിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച 11 പേരിൽ സ്ട്രോങ് പ്ലേയേഴ്സ് മാത്രമാണ് നോമിനേഷനിൽ വരാൻ സാധ്യത. സേഫ് ആയിട്ടുള്ളവരൊക്കെ സേഫ് കളിച്ച് അവിടെ നിൽക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പോക്കിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. മറ്റേ ഗ്രഡ്ജും വൈരാഗ്യവും വെച്ച് തന്നെയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് സേഫ് ഗെയിമേഴ്സിനെ നോമിനേഷനിലേക്ക് വിടാനുള്ള ഒരു ശ്രമം ആരും നടത്തുമെന്ന് തോന്നുന്നില്ല. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.